വൈബ്സ് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അല്ല പിന്നെ നെഞ്ചത്ത് നമ്മളെ നെഞ്ചെങ്ങനെ ഇന്ന് രാവിലെ തന്നെ എണീറ്റു. വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. നമുക്കല്ല, വീട്ടിൽ ഓൾറെഡി പണിയെടുക്കുന്നുണ്ട്, ഇന്റർലോക്ക് ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ 2 വീടുകളാണ് ഉള്ളത്. ഓക്കെ, പണ്ട് നിങ്ങൾ വ്ളോഗിൽ കണ്ട വീട് ഇപ്പൊ ഇല്ല. നമ്മൾ ജനിച്ചു വളർന്ന വീട്, തറവാട് വീട് നമ്മൾ തറവാട് ഇല്ല, അത് വേറെ കൊടുത്തു. ഓക്കെ, അതുകൊണ്ട് ആ നാട്ടിലല്ല നമ്മളിപ്പോ. ആ നാട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് 10 മിനിറ്റ്. അപ്പൊ അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, 10 മിനിറ്റ് പറഞ്ഞത്. അപ്പൊ ഈ വീട് നിങ്ങൾ കണ്ടിട്ടോ, ഇപ്പൊ നിൽക്കുന്ന വീട്. അവിടെ ഇന്റർലോക്ക് ഒക്കെ മാറ്റി പുതിയ ഇന്റർലോക്ക് ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹൗസ് ടൂർ ഉണ്ടായതല്ല. ഹൗസ് ടൂർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രാവിലെ അമ്മേനും അമ്മമ്മേനൊക്കെ അവിടെ കൊണ്ട് വെച്ച് ഇറക്കി ഞാൻ എന്നിട്ട് റെഡി ആവണായിരുന്നു. എനിക്ക് കുറച്ച് പണി ഉണ്ടെന്ന്. പയ്യന്നൂര് പോകണം. പയ്യന്നൂര് പോയി പിന്നെ വണ്ടീന്റെ കുറച്ച് ആ ഹെഡ്ലൈറ്റിന്റെ സംഭവം നോക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ പയ്യന്നൂര് പോകാന്ന് വെച്ച് നോക്കുമ്പോൾ എന്റെ ഫോൺ എനിക്കൊരു പണിയാണ്. എന്റെ കൈ തട്ടി ഷെൽഫിൽ നിന്ന് സാറും താഴെ വീണു. മൊത്തം പൊട്ടിട്ടല്ലേ? ഈ കേസ് ഇട്ടുകൊണ്ട് വലുതായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷെ ഉണ്ട്, നല്ലോണം പോയി പൊട്ടി എന്റെ ഫോൺ. അത് രാവിലെ തന്നെ ഇതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, അതും കൂടി ശരിയാക്കുന്നു പോകുന്ന പോക്ക്. അത് മാത്രല്ല, ഫോൺ ആകുമ്പോ വീഴും, പൊട്ടും. ഓക്കെ, അതുകൊണ്ട് ഒരു ഫുൾ ഡേ എനിക്ക് അയ്യോ എന്റെ ഫോൺ പോയി. ഒരു 5 സെക്കൻഡ് കാരണം ഒരു 24 മണിക്കൂർ നമുക്ക് കാണാൻ പറ്റൂല. അതിന്റെ നടപടിയാന്ന് കേസല്ല. അതുകൊണ്ട് നമ്മളിപ്പോ അത് പോകുന്നതിന്റെ കൂട്ടത്തിൽ അതും കൂടി നന്നാക്കുന്നു. പിന്നെ ഉറക്കം എനിക്ക് ഫുള്ള് ശരിയായിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഞാൻ എത്തിയത്. പയ്യന്നൂർ അമ്പലത്തിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റ് ആയി. പിന്നെ ഉറക്കനൊക്കെ ഫുള്ളായിട്ട് വന്നില്ല. അതുകൊണ്ട് ചെറിയൊരു മന്ദതയുണ്ട്. ഓർഡർ തെറ്റുന്നുണ്ട്. എത്ര മണിക്ക് എന്നോട് ഇപ്പൊ 2 മിനിറ്റ് മുന്നേ നമ്മൾ ഏത് സൈഡിലാണ് ഓടിക്കേണ്ടത്? സൈഡ് മാറി പോയി. പെട്ടെന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഉള്ള വണ്ടികൾ വരാണ്ടിരിക്കുമ്പോല്ലേ നമുക്ക് അറിയില്ല, പെട്ടെന്ന് മാറിപ്പോ. ഇപ്പൊ എത്ര വട്ടം ആയി ഇൻഡിക്കേറ്റർ ഇടുന്നതിന് ഭയങ്കര വൈപ്പർ ഇടുന്നു. വൈപ്പർ ഇടുന്നു. ഞാൻ കുറേ ഇട്ടുണ്ട്. അത് ഇടക്കിടക്കേ മാറി പോകും കേട്ടാ. അപ്പം നമ്മളിപ്പം അപ്പൂസിനെ കൂട്ടാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പൂസ് ഉണ്ട്. അപ്പൂസിനെയും കൂട്ടി അഖിലാടിനെയും കൂട്ടി നമ്മൾ നേരെ പയ്യന്നൂർ വിടുന്നു. ഫോണിന്റെ കാര്യം അന്വേഷിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിക്ക് കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ തിരിച്ചു വരുന്നു. നമ്മളെ സ്റ്റോർ അവിടെ ഉണ്ടല്ലോ, നമ്മളെ വെയർ ഹൗസ്, അവിടെ പോയി ഇൻവെന്ററി മൊത്തം സെറ്റ് ആക്കുന്നു. എത്രത്തോളം അതിന് ബാക്കിയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചു. അപ്പൂസിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഫേമസ് ആയിട്ടുള്ള നമുക്കുണ്ട പേടി ഓൻ ഉണ്ടാക്കിയതാണ്. ഓന്റെ സൃഷ്ടിയാണ്. അതെ, ഓന് ക്രെഡിറ്റ് കൊടുക്കാം. ഇതാണ് നമ്മളെ പണ്ടത്തെ നാട്. പണ്ടത്തെ എന്നല്ല, ഇപ്പൊ നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ ഇപ്പൊ ഇല്ല, പക്ഷെ എപ്പോ ഇടിയാണ്. അതെ, ശരിയാണ്. അതുകൊണ്ട് ഈ റോഡൊക്കെ നിങ്ങൾ അറിയായിരിക്കും, പണ്ട് കണ്ടല്ലേ. നമ്മളിപ്പോ ഒരു ആനപ്പുറത്താണ് ഗൈസ്. വണ്ടിയില്ലേ, ഞാൻ ഓണസ്റ്റ് റിവ്യൂ ഞാൻ പറയട്ടെ. ഞാൻ ആദ്യം വണ്ടി കണ്ടിട്ട് അത് എൻക്വയറി ചെയ്ത് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്തപ്പോൾ ഒരു സാധാരണ ലുക്ക് വണ്ടി, സാധാരണ ഒരു ലുക്ക് ഫോർച്യൂൺ. അത് വണ്ടി പണി ചെയ്ത് ഇറക്കുമ്പോ ഇത്രയും ലുക്കാന്ന് ഞാൻ വിചാരിച്ചില്ല. ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ലുക്കാന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഓൾ താങ്ക്സ് ടു ഹാഷിറിനെ നമുക്ക് ഇന്ന് പയ്യന്നൂര് പോകുമ്പോൾ വിളിക്കാം. ആ ഭാഗത്തുണ്ടോ? അപ്പൊ അവനെ വിളിക്കാൻ പറഞ്ഞത്. ഓക്കെ, അതിനെ ഓർമ്മിപ്പിക്കണേ, ഞാൻ മറക്കും. അപ്പൊ ഹാഷിർ അല്ലെങ്കിൽ വൈകുന്നേരം മുമ്പ് വിളിച്ചാൽ മതി. അപ്പൊ ഗൈസ്, ഹാഷിർ പോനാന്നെല്ലാം വണ്ടിയെല്ലാം കൊണ്ടുപോയി എല്ലാം നോക്കി കണ്ട് ഈ സ്ക്രീനൊക്കെ മാറ്റി തന്ന് എല്ലാം പഴയ സ്ക്രീനാണ്ട് ഇപ്പം കാർപ്ലേ ചെയ്തെല്ലാം കയറ്റി. അതെ, അത് കാർപ്ലേ എല്ലാം കയറ്റി ഒരു സെറ്റപ്പ് ആക്കി. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റോർ കേട്ടോ. ഇവിടെയാണ് നമ്മളെ തുണികളൊക്കെ വെക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുണികൾ ഷിപ്പ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പോയി എടുത്താണ് വൈദ്യുതി. നമ്മുടെ വെയർ ഹൗസ് ചെറിയൊരു രീതിയിലാണ് ഇപ്പൊ തുടങ്ങിയിട്ടില്ലേ. നമ്മൾ ബേസിക്കലി ഓൺലൈനല്ലേ, സ്റ്റോർ ഇല്ലല്ലോ ഇപ്പം, എക്സ്പാൻഡ് ചെയ്യും നമ്മൾ. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നല്ല ഷെൽഫൊക്കെ ആക്കി നല്ല കിടനായിട്ട് വെച്ചിട്ടുണ്ട്. വന്നിട്ട് കാണിക്കാം. എന്നിട്ട് ഓർഡറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വേറൊരു കാര്യം ഗൈസ്, ചില വീഡിയോ ഇന്നലെ 2-3 വീഡിയോ അല്ല, ഇന്നലെ 2-3 വീഡിയോ അല്ല, നാട്ടിൽ വന്ന പിന്നെ വീഡിയോസ് എല്ലാം ഗോപ്രോ എല്ലാം ഷൂട്ട് ചെയ്തത്. ഇത് ഇന്ന് ഗോപ്രോ എടുക്കാൻ മറന്നുപോയി. നമുക്ക് വ്ളോഗ് ആക്കാൻ പറ്റൂലല്ലോ. ഏത് അപ്പൊ നമുക്ക് എന്നിട്ട് ക്യാമറ എടുത്തു. അതെ, നിങ്ങൾ പറ, ക്യാമറ വേണോ ഗോപ്രോ വേണോ? അതെ, നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് നമ്മളെ പഴയ വീട്, ഇതാണ് നമ്മളെ ഹൗസ്. അതൊരു ഫീലാണ്, അത് വേറൊരു ഫീലാണ്. ഏട്ടന് കുറച്ചും കൂടി ഫീൽ ഉണ്ട്. ഏട്ടൻ 7-8 വരെ തല്ലുവാ. ഓടിക്കറി റൗഡി. ഇത് എന്റെ എന്തോ കേട്ടാ, ഫുള്ള് പൊടിഞ്ഞിട്ടുണ്ട് മൊത്തം. നമുക്കുണ്ടാ പേടി? നമുക്ക് ഒരു പേടിയില്ല. എനക്കുണ്ട്. നമുക്കിന്ന് മന്തി കൂടി അടിക്കാം. ചീസ് മന്തി കഴിക്കണല്ലോ. ചീസ് മന്തി ഒരു സുഖമുണ്ടോ അറിയില്ല. പുതിയതാ.
പുതിയ കുറച്ചായി. റൗഡിടാ റൗഡി അപ്പൂസേ ഇതിന്റെ ഫേമസ് സാധനം പറഞ്ഞു കൊടുക്കേ. ഓ കേർട്ട് ഫേമസ് സാധനം പറഞ്ഞു കൊടുക്കുന്നതിന്റെ അല്ല പിന്നെ ഇവനാണ് എന്റെ ഇത്. ഞാൻ എന്റെ അപ്പൂസിനോട് പറഞ്ഞു അപ്പൂസേ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് എടുക്കുന്നു. എന്നിട്ടാണ് നമ്മള് എടുത്തത്. നമുക്കെന്താ പേടി സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഈ വണ്ടിയില് അത് കിടിലായിക്കല്ലേ. പിള്ളേർ പറയട്ടെ കമന്റ് താഴെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും നമുക്കുണ്ടാ പേടി. ചെറുതായിട്ട് വെക്കും, വലുതായിട്ട് ഞാൻ ഓവറായിട്ട് വലിയ സ്റ്റിക്കർ ഒന്നും വെക്കൂല. ചെറുതായിട്ട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ. അതാകുമ്പോ നമ്മളെ ഐഡന്റിറ്റി അത് ശരിക്കില്ലേ നമ്മളൊരു സിഗ്നേച്ചർ സാധനം ഇല്ല ഇടണമെന്നുണ്ടേ നമ്മളെ ലോഗോ അല്ലാണ്ട് അതായി അത് നല്ല അല്ല അപ്പൂസേ അതൊരു കില്ലാടി സാധിക്കും. നമുക്കുണ്ടാ പേടി. ആദ്യം വിചാരിച്ച എന്തെങ്കിലും ഒരു അറബിക്കില് ഇതല്ലേ, പക്ഷെ അത് ഇപ്പൊ ഭയങ്കര കോമൺ ആണ്. വേണ്ട നമുക്കുണ്ടാ പേടി എന്ന് പറയുമ്പോ വേറെ ആരും എടുക്കാത്തൊരു സാധനം. അതാ നമുക്കുണ്ടാ പേടി സിഗ്നേച്ചർ സാധനം, വൈജോന്റെ സിഗ്നേച്ചർ സാധനം. ഇന്ന് അടിക്കാം. അല്ല കമന്റ് അടി ഗൈസ്, നമുക്ക് നോക്കിട്ട് നമുക്ക് കമന്റ് നോക്കണ്ടേ. കമന്റ് നോക്കിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് അഖിലേട്ടനല്ലേ. അപ്പൊ ഗൈസ് അഖിലേട്ടനെ കൂട്ടാം. എന്റെ ലുക്ക് ഉണ്ടല്ലേ പൊളി സാധനം. സൈഡൊക്കെ എടുത്താ ശരിയൊന്നുമില്ല, വലിയ റോഡല്ലേ. മെയിനെത്തിയേ ഇവിടെ നൈറ്റ് നൈസ് വൈബല്ലേ. ഇന്നലെ നമ്മളിവിടെ നൈറ്റ് വന്നു. ഇങ്ങനത്തെ ഒരു ടൈപ്പ് എഡിറ്റാന്ന് വേണ്ടത് നിങ്ങൾ പറ. ഈ ഒരു വീഡിയോയിൽ ട്രൈ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഏതാ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നിങ്ങൾക്ക് എൻഗേജിങ് ആയിട്ട് തോന്നുന്ന സാധനം നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ വെറുതെ സിമ്പിൾ ആയിട്ട് ഇടും. സിമ്പിൾ ആയിട്ട് ഇടാണ് നമുക്ക് എളുപ്പം. സത്യം പറഞ്ഞാൽ വെറുതെ എടുക്കുക ഇടുക. നല്ല റോഡല്ലേ, ഇതിലെ കൂടെ ഓടിക്കാൻ നല്ല റോഡല്ലേ ഇത്. ഈവനിങ് ടൈം അതെ എനിക്ക് തോന്നി താളിന്ന് ഓടിക്കും. പഠിക്കുന്നുണ്ടാ? അഖിലേട്ടനെ അറിയാം. അഖിലേട്ടനല്ലേ ബാംഗ്ലൂർ വരെ പകുതി. വളവൊന്നും ഉണ്ടായില്ല, നേരെ ഫുൾ റോഡ്. മാക്കൂട്ടത്ത് ശരിക്കും ഇങ്ങനെ വളവല്ലേ, ഞാൻ നേരെ എന്നിട്ട് എത്തി പെട്ടെന്ന് എത്താൻ വേണ്ടി. നല്ല ചൂട്, നല്ല ഉച്ചയിൽ വെയിലടിക്കുന്നുണ്ട്. നമ്മള് ചെക്കനെ വെയിറ്റ് ചെയ്യണം. ഓൺ ദ വേ ആണ്. നമ്മള് പിന്നെ ഫോൺ കൊണ്ട് കൊടുത്തു. 3 മണിയാകും കിട്ടാൻ. എത്ര സമയം? 12 കണ്ടു. നമ്മൾ പിന്നെ അതിൻ്റെ വൈപ്പർ ഫ്ലൂയിഡ് നോക്കാൻ വേണ്ടി വെച്ചാൽ അവൻ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ചെറിയ പണികൾ ഇതില്ലേ, ഈ സാധനം ലൈറ്റിലേക്ക് വെള്ളമടിക്കുന്ന സാധനം, അതിൻ്റെ മോട്ടർ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. കുഞ്ഞു കുഞ്ഞു പണികൾ അശ്വർ പറ്റിയിട്ടുണ്ട്. നമ്മളെ വണ്ടി എടുത്ത് എല്ലാം സെറ്റാക്കിയത്. അതെ ആഷർ ബ്രോ. ഞാൻ വെച്ച് വേറെ തന്നെ മന്തിന്റെ പ്ലേറ്റ് ആണ്. അപ്പൊ അല്ല അഖിലാന്റെ പ്ലേറ്റ് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അല്ലല്ല വേറെ കാര്യം ഉണ്ടോ, ഞാൻ എല്ലാം എടുക്കും. അതങ്ങനെ നമ്മൾ പോകണ്ട. നല്ല പൊട്ടിച്ചിട്ടുള്ള മതി. ഞാൻ ഫസ്റ്റ് എടുത്തോണ്ട് വിഷമമുണ്ടോ? അയ്യോടാ നോക്കി നോക്കി കഴിക്കുന്നത് നോക്കി വെച്ചിനേ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കഴിഞ്ഞു. അയ്യോട്ടാ പറ്റൂലേ? എനിക്ക് പറ്റൂലേ? കുറച്ചുകൂടി കുടിച്ചു തീർത്തു. അപ്പൂസിന്റെ എത്ര ലൈം സോഡ അത് കുറച്ച് വെക്കണേ. ഇത് മിന്റ് ലൈം ആണോ? ഇപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഗസ് ചെയ്യാൻ പോകുന്നത്. ബില്ല് വന്നു 917. നല്ലൊരു ഇതാണ്. 17 വരെ എക്സ്ട്രാ മൈനസാ അക്കൗണ്ട് 12 GST 1160 878 എല്ലാരും തെറ്റി. ആ മിൽഷേക്കിന്റെ പൈസ നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടില്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മളെ റിവേഴ്സ് ക്യാമറ ഒന്ന് മാറ്റുന്നു. സമയമായി. റിവേഴ്സ് ക്യാമറ കാടില്ല,
ക്ലച്ച് ബ്രേക്ക് എയർസ്റ്റാർട്ടില്ല അതിൻ്റെ സാധനം. പിന്നെ ബൾബ് ഹെഡ്ലൈറ്റ് മാറ്റുന്നുണ്ട്. കാരണം ഇതൊന്നും സംഭവം എന്ന് വെച്ചാൽ ഈ ഒറ്റ വരവിത്തന്നെ വണ്ടീൻ്റെ എല്ലാ ചെറിയൊരു പണിയും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് ഓടേണ്ട ആവശ്യമില്ല. 2 ഓപ്ഷനാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ പാഡിന് ഇതും പിന്നെ വന്നത് ആ ചോന്ന സാധനം. അതിൽ ചോന്നല്ല. വേറെ കാര്യമുണ്ട് ശ്രീ, 6 മണിക്ക് കിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഫോൺ കിട്ടാൻ 3:50 4 മണിയോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ 4 മണിയല്ലാവും. ഇനിയിപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ചാദ്യം വരാൻ പറ തിരിച്ചാദ്യം വരാനാക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ മിക്കവാറും ബസ്സിൽ കയറിക്കൊണ്ട് വരും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വണ്ടി വെയിറ്റ് ചെയ്യാം. എത്ര മണിക്കൂറുണ്ട് അത് അതറിയാത്ത മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നോക്കട്ടെ. ഓക്കെ ചെയ്യാതെ. അതിന് മുന്നേ നമുക്ക് ഈ പാർട്സ് കൊണ്ട് ഫിറ്റ് ചെയ്യണം. പണിയുണ്ട്, ഇഷ്ടംപോലെ പണിയുണ്ട്. ചാർജ് ഇപ്പം തരും. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറ്റി. അപ്പോൾ നമുക്ക് ഭയങ്കര ദാഹം, അതുകൊണ്ട് മോര് സോഡ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് മോര് സോഡ കുടിക്കാറുണ്ട്. ഉച്ചക്ക് ഒരു മോര് സോഡ. അഖിലേട്ടനാ പറഞ്ഞ മോര് സോഡ. ഇപ്പോൾ സമയത്തായി. ഇപ്പോൾ എൻ്റെ ഫോണില്ലല്ലോ, ഞാൻ എടുത്തുകൊണ്ട് ഫോൺ 3:50 ഫോൺ കിട്ടും. അത് കഴിഞ്ഞ് ബാക്കി സാധനം കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന കാര്യങ്ങളെല്ലാം നടക്കും. രാത്രിയാവും. വൈകുന്നേരത്തെ നമ്മളെ ഇൻവെൻറ്ററി നോക്കുന്ന കാര്യമാണ് മിസ്സായത്. കുഴപ്പമില്ല, നമുക്ക് നാളെ ചെയ്യാം. മോര് സോഡ ഉപ്പിട്ട പിന്നെ കത്താല് ബോർഡ് കണ്ടിട്ട് ഇന്ന് നമ്മൾ ഉദ്ഘാടനമാണ് മോര് സോഡയുടെ. ഗൈസ്, ഈ വീഡിയോ എത്ര നേരം കണ്ടതിൻ്റെ ബാക്കി എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ എക്സ്ട്രാ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങളൊരു 3 വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഇനി വരാൻ പോകുന്ന വ്ളോഗ് അത് മഹാരാഷ്ട്രയിലേക്കുള്ള റോഡ് ട്രിപ്പാണ് വിത്ത് ഫോർച്യൂണർ. ഞാനുണ്ട്, അഖിലേട്ടനുണ്ട്, അശ്വനുണ്ട്, പിന്നെ എൻ്റെ കസിൻ അപ്പുണ്ട്. അപ്പോൾ നമ്മൾ 4 ആളും കൂടി ഇതാ ഇപ്പം പുറപ്പെടുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഫാമിലിയുടെ ഭാഗമാവാം. വേറെ നിങ്ങൾക്ക് പറയാനില്ല. അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ്. പിന്നെ പോകുന്നതിൻ്റെ മുന്നേ അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നത് SD കാർഡ് മിസ്സാവുന്നതിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ വ്ളോഗിൻ്റെ അടിയാണ് പറയുന്നത്. അത് ഇൻഡെപ്തായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പ്ലീസ്. ഗൈസ്, പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറിയ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരുന്നിട്ട് എല്ലാവരും ഫോളോ ചെയ്യാം. അല്ല അഖിലേട്ടാ,